എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവറിനെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു പക്ഷെ ഡാഡി എന്തായിരിക്കും അങ്ങനെ ചോദിച്ചേ അജാസിനെ കുറിച്ച്. ഒരുപക്ഷെ ഡാഡിയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഇനിയിപ്പോ താനും അജാസും തമ്മിൽ പ്രണയത്തിലാണോ മറ്റോ എന്നൊരു എന്തെങ്കിലും സംശയമുണ്ടോ, ഇനിയിപ്പോ അതാണോ അങ്ങനെ ചോദിച്ചേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അജാസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ഓർത്തു തനിക്ക് അങ്ങനെ എന്തെങ്കിലും അജാസിനോട് പ്രണയമുണ്ടോ, ഒന്നും അങ്ങോട്ട് കണ്ടെത്താൻ പറ്റുന്നില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അവർണെ ഇങ്ങനെ പതുക്കെ ഇരിക്കുകയാണ്. ഈ സമയം അജാസ് മുറിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അജാസ് ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുവാണ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അത് സ്വന്തമാക്കല് മാത്രമല്ല, കിട്ടില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ പ്രണയിക്കും. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ നമുക്കറിയാം അതൊരിക്കലും നമുക്ക് വന്നു ചേരില്ലെന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ പ്രണയം. അല്ലാതെ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി ഉള്ളത് മാത്രമായിരിക്കരുത്. അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പോയി ഡ്രോ തുറന്നു. ഡ്രോയ്ക്കകത്ത് അന്ന് അവർണിക ചോക്ലേറ്റ് കഴിച്ചപ്പം ഒരു ടവൽ അജാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ചോക്ലേറ്റ് പറ്റിയ ആ ടവല് അത് അജാസ് ഒന്ന് കഴുകാതെ അവർണികയുടെ ഇത് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവർണികയുടെ തലയിലിടുന്നൊരു ക്ലിപ്പ്, പിന്നെ അത് കൂടാതെ അപർണയുടെ കയ്യേഷമുള്ള ആ ഒരു നോട്ട്. അപ്പം പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഓർഫനേജിലേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ സംഭാവന എൻ്റെയാന്ന് പറഞ്ഞുകൊണ്ട് അപർണിക ഒരു നോട്ട് കൊടുത്തായിരുന്നു, ഒരു 500 രൂപയുടെ നോട്ട്. ആ അത്തേലേക്ക് അപർണയുടെ കയ്യേഷത്തിൽ ഒരു സൈൻ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് അപർണയുടെ ഒരു ചെരുപ്പ്, ഒരു തവണ അപർണയുടെ വീട്ടിൽ രാത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ആ ചെരുപ്പ് എടുത്തുകൊണ്ടത് മുറിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു പക്ഷേങ്കിൽ നാളെ പോലീസ് തന്നെ പിടികൂടുവാണെങ്കിൽ കിഷോറിന്റെ മരണത്തിന് ഉത്തരവാദി താനാന്ന് അറിഞ്ഞു കഴിയുവാണെങ്കിൽ താനും സൈക്കോ ക്രിമിനലാന്ന് അറിയണം. അവർണികനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതാ ഇതൊക്കെ. അങ്ങനെ കിഷോറിനെ കൊന്നാന്ന്. അങ്ങനെയാണെങ്കിൽ അവർണിക തന്നെ വെറുക്കും. അവള് വെറുക്കണം. ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ പാടില്ല. തന്റെ പ്രണയം അവൾ ഒരിക്കലും തിരിച്ചറിയാനും പാടില്ല. അവൾ വെറുത്താലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്നെ ഏതെങ്കിലും കത്തിമോനെ തീരേണ്ട താനാണ്. പക്ഷെ ഇന്നും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതൊരു പക്ഷെങ്കിൽ ആരുടെയൊക്കെയോ കടാക്ഷം കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അജാസ് അവിടെ ഇരിക്കുവാണ്. ഈ സമയം രഞ്ജുവിന്റെ അടുത്തേക്ക് ഗീതു വരുവാണ്. ഗീതു വന്നിട്ട് ചോദിച്ചു, അല്ല രഞ്ജു, നീ എന്താ ഫുഡ് കഴിക്കാൻ വരായിരുന്നേ, എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കാം. എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡ് കഴിക്കണമെന്ന് പറയണം. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, അത് ശരിയാ, ഗർഭിണികളെ ഫുഡ് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. രേഖ പറഞ്ഞു, കഴിക്കാൻ തോന്നുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അല്ല രഞ്ജുവിന് ഇപ്പൊ കഴിക്കാൻ എന്താ തോന്നുന്നേ, എന്താണെങ്കിലും പറഞ്ഞോളാൻ പറയണം. അത് പിന്നെ എനിക്ക് സുഷി കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് കാഞ്ചന ചോദിച്ചാൽ, എന്താ കൃഷിയോ, അതെവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണ്. പ്രിയ പറഞ്ഞു, കൃഷിയല്ല കാഞ്ചനക്ക, സുഷി അതൊരു ജാപ്പനീസ് ഫുഡാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രഞ്ജു പറഞ്ഞു, ഓഹ് എന്റെ ദൈവമേ, അതിന്റെ കാര്യം പറഞ്ഞ് നാവി വെള്ളം ഊർന്നു. ഓ എന്ത് ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. സീ ഫുഡും എല്ലാം കൂടെ ചേർന്ന്, വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്ന് നല്ല രുചിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാഞ്ചന പറഞ്ഞു, അത് എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ആ കൃഷി ഇങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പറയണം. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, അതെ അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഹോട്ടൽ ഫുഡൊന്നും മേടിച്ച് അധികം കഴിക്കാൻ പറ്റില്ല. ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ കൊള്ളില്ലാത്ത എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജുവിന്റെ ഫോണിലേക്ക് കോൾ വരുന്ന ധ്യാന വിളിക്കുന്നത്. പെട്ടെന്ന് രഞ്ജു കോൾ എടുത്തിട്ട് കൂടെ മാറുവാണ്. ആ ധ്യാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് മുമ്പ് ഞാൻ ധ്യാന്റെ കാര്യം ഓർത്തുള്ളൂ. അല്ല കിടക്കാൻ സമയം വിളിക്കുന്നല്ലേ പറഞ്ഞേ, ഇന്നെന്താ പിന്നെ നേരത്തെ വിളിച്ചെന്ന് ചോദിക്കാം. അതെന്താ ഞാൻ നേരത്തെ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. ഇഷ്ടപ്പെടായി ഒന്നുമില്ല. അല്ല എല്ലാരും എന്തിയെ, എല്ലാരും ഇവിടെ ഉണ്ട്, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാന്ന് പറയണം. ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല കഴിക്കാൻ പോണുള്ളെന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യാം, നിനക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ അവിടെ എത്തുമെന്ന് പറയണം. ഫുഡ് ഓർഡർ ചെയ്തോ? അതേന്നേ. ആഹാ അത് കൊള്ളാലോ. അപ്പൊ എനിക്ക് മാത്രമുള്ളോ? അതെനിക്ക് മാത്രം പോരാ, അവർക്കൂടെ വേണം, അവര് ഗർഭിണികളല്ലേ, ഞാൻ തന്നെ ഇങ്ങനെ മേടിച്ച് കഴിക്കുന്ന മോശമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അവർക്കൂടെ ഷെയർ ചെയ്തോളം പറയണം. ശരി, എന്താ എനിക്ക് വരുന്നതെന്ന് ചോദിക്കണം. സലാഡാന്ന് പറയണം. സലാഡാ? ആ അത് വരുമ്പോൾ നീ കണ്ടോളാൻ പറയണം. നല്ല ടേസ്റ്റുള്ള ഫുഡാ, അതിന്റെ കൂടെ എന്റെ സ്നേഹം കൂടെ ഉണ്ട്. ഞാൻ സ്നേഹം ചേർത്ത് എനിക്ക് വരുത്തി തന്നിരിക്കുന്ന അറിയാലോ, മൊത്തം കഴിക്കണം, ഇത്തിരി പോലും കളയില്ലെന്ന് പറയണം. ശരി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോൺ വെക്കുകയാണ്. ഈ സമയത്ത് പ്രിയ പറഞ്ഞു, അതെ എനിക്കും വേണം കേട്ടോ എന്ന് പറയാണ്. ഞാൻ ഗർഭിണി അല്ലേലും ദേ കുഞ്ഞിന് പാൽ കിട്ടുന്നല്ല, അപ്പൊ എനിക്കും വേണമെന്ന് പറയാം. ഇത് കേട്ടാൻ കാഞ്ചന പറഞ്ഞു, എനിക്കും വേണമെന്ന് പറയാം. പക്ഷേ എങ്കിൽ ഗീതവും രേഖയും പരസ്പരം നോക്കുകയാണ്. അവർക്കറിയാം ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്ന ഫുഡാന്നുള്ള കാര്യം. അതെങ്ങാനും
കഴിക്കാൻ തന്നിട്ടുണ്ട്, തീർന്നു അതോടുകൂടി. കാരണം കൊഴുപ്പ് മാറ്റിയ ചിക്കനും പച്ചക്കറികൾ എല്ലാം കൂടെ ആയിരിക്കും, അതെങ്ങനെ കഴിക്കും? കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ? ദൈവമേ, എങ്ങാനും താങ്കൂടെ തന്ന അതോട് തീർന്നു. അപ്പോഴേക്കും അയ്യപ്പേണ്ണ അങ്ങോട്ട് വന്നു. അതെ, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് ഇവിടെ എത്തിയെന്ന് പറയാണ്. ഇത് കേട്ടത് രഞ്ജു സന്തോഷത്തോടുകൂടി പോയി വാങ്ങുവാണ്. പിന്നീട് അവിടെ നിൽക്കുന്ന ഗീതുവിനെ രേഖനെ കുളിച്ചിട്ട് എന്താ രണ്ടുപേരും നോക്കിയിരിക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിന് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് പതുക്കെ പാത്രമൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. അപ്പോൾ കുറേ സോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേർക്കും ഗീതുവിൻ്റെ രേഖയും കൊടുത്തിട്ടുണ്ട്. ഇതേ നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറയണം. ഗീതുവിൻ്റെ രേഖയും പരസ്പരം നോക്കുവാണ്. അതിന് സ്മെല്ല് അടിച്ചപ്പോൾ തന്നെ രണ്ടുപേർക്ക് ഛർദ്ദിക്കാൻ വന്നു. ആ സമയത്ത് രഞ്ജു വേണം സോസൊക്കെ ഒഴിച്ച് രഞ്ജു അങ്ങോട്ട് കഴിക്കണം. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കൂടെ ധ്യാൻ്റെ ആ സന്തോഷം, ധ്യാൻ്റെ ആ ഒരു സ്നേഹം കൂടെ അയക്കുമ്പോഴത്തേനും രുചി ഇച്ചിരി കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു കഴിക്കുവാണ്. ഇത് കണ്ടപ്പം ഗീതുവിനും രേഖയും കൂടെ ഛർദ്ദിക്കാൻ വന്നിട്ട് അവിടെ നിൽക്കത്തില്ല. അപ്പോഴേക്കും പ്രിയയുടെ അടുത്തേക്ക് എന്നിട്ട് രഞ്ജു പറഞ്ഞു, അതെ വാ തുറന്നേ, ഒരു വാ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പ്രിയയ്ക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. പ്രിയയ്ക്ക് അത് ഒരു വാ കിട്ടിയപ്പോൾ തന്നെ മതിയായി. പ്രിയ പറഞ്ഞതേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പെട്ടെന്ന് അതിനോട് സ്കൂട്ടാവണം. കാഞ്ചന പറഞ്ഞതേ ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ, പക്ഷെ ഞാൻ വരുമ്പോഴത്തേനും മൊത്തം തീർത്തേക്കല്ല, എനിക്കും കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് കാഞ്ചന അങ്ങോട്ടേക്ക് പോണേ. ഈ സമയം ഗീതും ഇദ്ദേഹം കൂടെ പരസ്പരം നോക്കുക, എന്ത് ചെയ്യാനെന്ന് പറ. രഞ്ജു പറഞ്ഞു, നിങ്ങൾ കഴിക്കണില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ കഴിക്കണം, എന്നാ പിന്നെ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്നത്, കഴിക്കാൻ പറയാണ്. രേഖ പെട്ടെന്ന് ഇത്ര കഴിക്കാനായിട്ട് എടുത്തു. രേഖയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു. രേഖ ഛർദ്ദിക്കാനായിട്ട് അങ്ങോട്ട് ഓടി. ഇത് കണ്ടപ്പോഴത്തേനും ഗീതുവിന് ഛർദ്ദിക്കാൻ വന്നു. ഗീതുവും പെട്ടെന്ന് ഛർദ്ദിക്കാൻ പോകുമ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കണില്ല, നിങ്ങൾ ഛർദ്ദിക്കുമല്ല, ഞാൻ മുറിയിൽ പോയിരുന്ന് കഴിച്ചോളാന്ന് പറയണം. അപ്പോഴാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു സമാധാനമായത്. പിന്നീട് അവരങ്ങോട്ടേക്ക് വന്നു. പക്ഷെ എൻ്റെ ദൈവമേ, രഞ്ജുവിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, രഞ്ജു അത് കഴിക്കണേ. അതിപ്പോൾ ധ്യാൻ വിളിച്ചു പറഞ്ഞോണ്ടാ, ധ്യാൻ സ്നേഹത്തോടെ പറഞ്ഞോണ്ടാ അവളതൊന്നും ഓർക്കാത്ത, അവൾ അങ്ങോട്ട് കഴിച്ചു പോകുന്നതെന്ന് പറയാം. നല്ല കാര്യമാണെന്ന് പറയണം. എന്നാലും നമുക്കിതെങ്ങാനും കഴിക്കാം. ഓ എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ട് വന്നു. കാഞ്ചന വന്നവൻ രഞ്ജു രേഖ പറഞ്ഞതേ കാഞ്ചനൊക്കെ കഴിച്ചോളാൻ പറയണം. ഇത് മുഴുവൻ എനിക്കാണോ നിൽക്കാം. അതെ കഴിച്ചോന്ന് പറയണം. കാഞ്ചനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നു. കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചു. അതിന്റെ ടേസ്റ്റ് വന്നപ്പോഴത്തേനും പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചിക്കൻ ഈ ടേസ്റ്റോ? ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ചിക്കൻ ഇല്ലാത്തതാണല്ലോ, ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, കാഞ്ചനക്ക മൊത്തം കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എന്നും പറഞ്ഞിട്ട് ഗീതുവും രേഖയും കൂടെ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. കാഞ്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ലാപ്ടോപ്പിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഗീത ചോദിച്ചു, എന്താ കണ്ണേട്ടാ, എന്താ കാര്യമായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അല്ല ഇത് പിന്നെ ഒരു റിക്രൂട്ട്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് തന്നെ അത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയണം. അല്ല നീ ഫുഡ് കഴിച്ചില്ലേ നിൽക്കും. ഇല്ല കഴിച്ചില്ല. അതെന്ത് പറ്റി? ഗീത ഇങ്ങനെ വയറെ തിരുമ്മിക്കൂടെ നടക്കണം. എനിക്കെന്തോ ഛർദ്ദിക്കാൻ വരുമോന്ന് പറയണം. ഛർദ്ദിക്കാൻ വരുന്നു അതെന്താ? അത് പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നല്ലോ, ഓ അതിന്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്നു. ആഹാ, അന്നേരം നീ എന്താ കഴിച്ചില്ലെന്ന് ചോദിക്കുക. പിന്നെ എങ്ങനെ കഴിക്കാനാ, അത് രഞ്ജുവിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ പറഞ്ഞ ഫുഡല്ലേ, അതെനിക്ക് കഴിക്കാൻ പറ്റുമോന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ ഇന്ന് പട്ടിണിയാന്നർത്ഥം. അല്ല ഇപ്പൊ എന്തേലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്ത് കഴിക്കാൻ എനിക്കറിയില്ലെന്ന് പറയണ. അതെ ആ മണിയേരുടെ കടയിൽ നല്ല മസാല ദോശ, ഓ എന്ത് ടേസ്റ്റ് ആയെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗീതുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം മസാല ദോശ, അതെനിക്ക് ഇഷ്ടമെന്ന് പറയണം. 1-2 വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ ഫുഡ് ഡെലിവറി നടത്തുന്ന സമയത്ത്, പക്ഷെ അതിൽ കൂടുതലില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ആ ചമ്മന്തിക്കകത്ത് സാമ്പാറിനകത്ത് മുക്കി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്, അത് വെറൈറ്റി ടേസ്റ്റാന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് പറഞ്ഞ് കൊതി പിടിപ്പിക്കുക ഗീതുവിന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഗീത പറഞ്ഞു, എന്നാ എനിക്ക് ഇപ്പൊ വേണമെന്ന് പറയണം. അങ്ങനെയാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കാനായിട്ട് പോവാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ഞാനൊക്കെ ക്യൂ നിന്ന് അവിടെ പോയി വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളേ. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ കട തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പം തൊട്ട് ആൾക്കാർ അങ്ങ് വരാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും. ഒരു 11 മണി വരെ അവിടെ തിരക്കോട് തിരക്കായിരിക്കും എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഇപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് വരാം, എന്റെ പ്രിയമതമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് രേഖ വരുന്നത്. രേഖ കേട്ടു മസാല ദോശ, അതും മണിയരുടെ കടയിലെ മസാല ദോശ, ഭയങ്കര ടേസ്റ്റുള്ള ദോശ, അത് വാങ്ങിക്കാനായിട്ട് പോവാണല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രേഖയ്ക്ക് ദോശ കഴിക്കാണ്ട് തോന്നി. രേഖ പിന്നീട് മുറിയിലേക്ക് എന്നും വരണം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രേഖയുടെ മനസ്സിലേക്ക് വരുൺ തനിക്ക് മസാല ദോശ കൊണ്ടു തരുന്നു, വായിലേക്ക് വെച്ച് തരുന്നതൊക്കെ ഓർക്കുവാണ്. ഒരു നിമിഷം രേഖ ഇങ്ങനെ സന്തോഷിച്ചു. പിന്നീട് നേരെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ വരുൺ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താ നീ നോക്കണമെന്ന് ചോദിക്കാം. അല്ല വരുണേട്ടാ, എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നണമെന്ന് പറയണം. മസാല ദോശയോ? ഈ പാതിരാത്രിക്കോ? ഒരു പണിയില്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ഇപ്പൊ എന്താ അങ്ങനെ ഒരു ബുദ്ധി തോന്നാനായിട്ട്? അല്ല അത് പിന്നെ ഗീതുവിന് വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ മസാല ദോശ വാങ്ങിക്കാൻ പോയിട്ടുണ്ടോ? ഓഹോ അങ്ങനെയാണ് കാര്യം, വെറുതെ അല്ല. ഈ സമയത്താണ് ഗീതു മുറിയുടെ അങ്ങോട്ട് വരുന്നത്.
അപ്പോഴേക്കും പറഞ്ഞു, അതെ ഗോവിന്ദാണ്ട് വേറെ ജോലിയൊന്നും കാണത്തില്ല. ഗോവിന്ദാണ്ട് അതാ ഈ പാതിരാത്തേക്ക് ഭാര്യയ്ക്ക് വേണ്ടി മസാല ദോശ വാങ്ങിക്കാൻ പോയത്. പക്ഷെ എന്നെ അതിനൊന്നും കിട്ടത്തില്ല. നീ വേണേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാതിരാത്രി അവിടെ ഒരു വ്യാക്കൂണമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രേഖനെ ചീത്ത പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാധികാമ്മ വന്നു. ഗീതു അങ്ങോട്ട് പെട്ടെന്ന് മാറി നിൽക്കുകയാണ്. രാധികാമ്മ ചോദിച്ചു, എന്താ വരണേ? ഇവൾക്ക് മസാല ദോശ കഴിക്കണം പോലും ഈ പാതിരാത്രിക്കോ? അതേമേ, ദേ നീ പോയി എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക് രേഖയെ. വെറുതെ ഇവിടെ മസാല ദോശ എന്നും പറഞ്ഞിരിക്കാതെ. പാതിരാത്രിയല്ലേ, ഇനിയിപ്പോ നാളെ രാവിലെ കാഞ്ചനയുടെ അങ്ങനെ പല മസാല ദോശ ഉണ്ടാക്കി തരാൻ പറയാന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേഖ സങ്കടത്തോടെ ഓടി അങ്ങോട്ട് പോവാണ്. പിന്നീട് പരൻ പറഞ്ഞു, ആ ഗോവിന്ദാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഭാര്യയ്ക്ക് മസാല ദോശ വേണമെന്നും പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവള് ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവളെ കൂടുതൽ അങ്ങോട്ട് താങ്ങി പിടിക്കുന്നുണ്ട്. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം മൂത്ത് ആകപ്പാടെ ഭ്രാന്തളി അവസ്ഥയിലെ ഗീതു പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.